ഇന്ന് നമ്മൾ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ 4 മണി പലഹാരമാണ് കേട്ടോ. ഒരു ചെറിയൊരു മുട്ടയപ്പാണ് ഉണ്ടാക്കുന്നത്. പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന റെസിപ്പി തന്നെയാണ്, കൂടുതൽ ആളുകൾക്ക് അറിയുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് എന്നാൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 150 ഗ്രാം ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നിറച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ടേസ്റ്റിൽ മധുരം കുറവാണെങ്കിൽ ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകം ലൈറ്റ് മധുരം ഉണ്ട്. ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒരു മാവ് പോലെ ആക്കി എടുക്കണം. നമ്മൾ പഴംപൊരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കട്ടിയിൽ, ഒരുപാട് ലൂസ് ഇല്ലാതെ എന്നാൽ ഭയങ്കര ടൈറ്റ് ഇല്ലാത്ത ഇങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു മാവായിട്ട് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നോക്കിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേട്ടോ. നോക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുത്തോന്നേ ഉള്ളൂ, പക്ഷെ അത് വേണമെന്നില്ല. കൈ കൊണ്ട് തന്നെ നല്ലോണം നടിച്ചെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അപ്പോൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ, അത് മൈദയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് കിട്ടുക, കട്ടയൊന്നും ഇല്ലാതെ. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ 15 മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കുറച്ചുകൂടി നന്നായി കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി പാകത്തിനുള്ള ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറിയ തവിയിൽ മാവ് എടുത്തൊഴിക്കുക. ഇങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിനായിരിക്കണം കേട്ടോ. മാവ് ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാത്ത പോലെയാവും. ഇതാകുമ്പോൾ വെന്ത് കഴിഞ്ഞ് നമ്മൾ മുറിച്ച് കഴിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഇങ്ങനെ മുറിച്ച് ഉള്ളിൽ നല്ല ഇങ്ങനെ ആരാരൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പം പോലെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ സംഭവം ഷേപ്പ് എന്തില്ലെങ്കിൽ കഴിക്കാൻ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 ഭാഗവും നല്ലോണം കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മാവിലേക്ക് ഒരു ഇത്തിരി തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള മാവിലേക്ക് വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യിൽ, ഒരുപാടൊന്നും വേണ്ട, അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് മാവ് എണ്ണയിൽ വറുത്ത് കോരി കഴിഞ്ഞു. നിങ്ങൾക്ക് ആദ്യം മുതലേ ഇങ്ങനെ തേങ്ങാക്കൊത്തിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത വെള്ളം കൂടി ഇട്ടിട്ട് വെറുതെ ഒന്നങ്ങ് ചൂടാക്കി എടുത്തിട്ട് നമ്മളെ മാവിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലും കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം മുതലേ വേണമെങ്കിൽ ഈ ഒരു തേങ്ങാക്കൊത്തും കൂടെ വറുത്തിടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ ഒരു വറുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളതുകൂടെ ചുട്ടെടുക്കാം. ഈ ഒരു മൈദ നമ്മൾ മുട്ടയപ്പത്തിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് ഒരു ഇത്തിരി വരുന്ന, എള്ള് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എള്ള് വേണ്ടാത്തവർക്ക് ഒഴിവാക്കും. പക്ഷേ തേങ്ങാക്കൊത്ത് സംഭവം രസമുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കുറച്ച് മാവ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് റൗണ്ട് ചുറ്റിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വെറുതെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കി കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് അപ്പം പോലെ തന്നെ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ 2 ഭാഗവും കളർ മാറുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു മുട്ടയപ്പം അറിയാത്തവർ ചുരുക്കമായിരിക്കും. എന്നാലും ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. കാരണം 4 മണി സമയത്തൊക്കെ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ചായക്ക് ഒരു കടി അത്രയേ ഉള്ളൂ. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ കറക്റ്റ് ഇങ്ങനെ നല്ലൊരു ആര് പോലെയൊക്കെ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട്. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്